നമസ്കാരം. ഇന്ന് ഈ വൈറ്റൽ ആർഎക്സിൽ റിട്ടേൺ ആൻഡ് റീഅലോക്കേഷനെ കുറിച്ച് നോക്കാം. റിട്ടേൺ ആൻഡ് റീഅലോക്കേഷൻ ഫീച്ചർ ഉപയോഗിച്ച് നമ്മുടെ എക്സ്പയർ ആൻഡ് നോൺ മൂവിങ് ഐറ്റംസ് എല്ലാം തന്നെ ഈസിയായി സ്കാൻ ചെയ്ത് നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യം ലോഗിൻ ചെയ്യണം. ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്ത് താഴെയായി അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീഅലോക്കേഷൻ ആൻഡ് റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് നിങ്ങളുടെ ഏത് നോൺ മൂവിങ് ആൻഡ് എക്സ്പയറി പ്രൊഡക്റ്റിൻ്റെയോ QR കോഡ് ഉപയോഗിച്ച് ഈസിയായി ഇവിടെ സ്കാൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു നോൺ മൂവിങ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എക്സ്പയർ പ്രൊഡക്റ്റോ എടുത്ത് അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി സിസ്റ്റം ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ പേര്, ഈ പ്രൊഡക്റ്റ് എക്സ്പയറി റിട്ടേൺ ആണോ അല്ലെങ്കിൽ നോൺ മൂവിങ് റിട്ടേൺ ആണോ എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ ആഡ് ടു ഡ്രാഫ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ എക്സ്പയറി റിട്ടേൺ ആണ് ചെയ്തേക്കുന്നത്. എക്സ്പയറി റിട്ടേൺ നമുക്കിത് ഡ്രാഫ്റ്റിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ വേറൊരു QR സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നോൺ മൂവിങ് റിട്ടേൺ ആണ്. നോൺ മൂവിങ് റീഅലോക്കേറ്റ് ടു എന്ന് പറഞ്ഞ് ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആഡ് ടു ഡ്രാഫ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് ഡ്രാഫ്റ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യിക്കുന്നത്. ഇവിടെ നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെബ് പോർട്ടൽ ലോഗിൻ ചെയ്ത് അവിടെ നിന്ന് നമുക്ക് റിട്ടേൺ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി eVitLRXന്റെ വെബ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. വെബ് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ പർച്ചേസ് റിട്ടേൺ ഡ്രാഫ്റ്റ് നമുക്ക് നോക്കാം. പർച്ചേസിൽ റിട്ടേൺ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മളിവിടെ റിട്ടേൺ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾക്ക് ഈസിയായി നമ്മുടെ QR കോഡ് യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത പ്രൊഡക്റ്റ് നോൺ മൂവിങ് ആണെങ്കിലും എക്സ്പയറിങ് ആണെങ്കിലും എക്സ്പയറി റിട്ടേൺ ആണെങ്കിലും അവിടെ തന്നെ നമുക്ക് സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വെബ് പോർട്ടലിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേര്, അതുപോലെ തന്നെ ഇവിടെ അമൗണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് വിത്ത് GST ആൻഡ് വിത്തൗട്ട് GST എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. വിത്ത് GST ആണെങ്കിൽ അതായത് നോൺ മൂവിങ് റിട്ടേൺസ് എല്ലാം തന്നെ വിത്ത് GSTയിലോട്ടായിരിക്കും ആഡ് ആവുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്പയർ പ്രൊഡക്റ്റിൻ്റെ റിട്ടേൺസ് എല്ലാം തന്നെ വിത്തൗട്ട് GSTയിലോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വിത്ത് GST വിത്തൗട്ട് GST ഉപയോഗിച്ച് ഏത് റിട്ടേൺ ആണോ നമുക്ക് ചെയ്യേണ്ടത് ആ റിട്ടേൺ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഇപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട പ്രൊഡക്റ്റിൻ്റെ ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വലതുഭാഗത്ത് മുകളിലെ മോറിലെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ക്വാണ്ടിറ്റിക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇൻ കേസ് വിത്തൗട്ട് GST ആയാൽ പോലും നമുക്കത് വിത്ത് GSTയും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വലതുഭാഗത്ത് സേവ് കൊടുത്ത് റിട്ടേൺ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്.